ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന അരേസ് എന്നുള്ള കോൺസെപ്റ്റാണ്. നമ്മൾ മറ്റ് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഈ അരേസ് എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തേക്ക് വരുമ്പോൾ എന്താണ് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്ന ചേഞ്ചസ്, എന്തൊക്കെ സിമിലാരിറ്റീസൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മറ്റെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും നമ്മൾ പഠിച്ച പോലെ തന്നെ അരേസിന് ഒരു പ്രത്യേക നേച്ചർ ഉണ്ട്. എന്താണത്? അതിനകത്ത് സിമിലർ ടൈപ്പിലുള്ള ഗ്രൂപ്പ് ഓഫ് എലിമെൻറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ എല്ലാ എലിമെൻറ്റ്സും ഇൻറ്റീജർ ആയിരിക്കും, ക്യാർ ആണെങ്കിൽ എല്ലാം ക്യാർ ആയിരിക്കും, സ്ട്രിങ് ആണെങ്കിൽ എല്ലാം സ്ട്രിങ് ആയിരിക്കും. അങ്ങനെ എല്ലാം ഒരു സെയിം ടൈപ്പിലുള്ള എലിമെൻറ്റ്സ് ആണ് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അതിന് അലോക്കേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനും ആയിരിക്കും. അതായത് തുടർച്ചയായിട്ടായിരിക്കും അതിൻ്റെ ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സി ഷാർപ്പിനകത്ത് സിസ്റ്റം ഡോട്ട് അരേൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ അരേ എന്നുള്ള കോൺസെപ്റ്റിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെയും അരേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. അതായത് നമ്മൾ വാല്യൂ എന്ത് കൊടുക്കുകയാണെങ്കിലും ശരി, അതിന് അസോസിയേറ്റ് ചെയ്തിട്ടൊരു ഇൻഡെക്സ് വാല്യൂ ഉണ്ടായിരിക്കും. അത് 0, 1, 2, 3 എക്സെട്ര അങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ അരേൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഇതിനകത്ത് ഫിക്സ്ഡ് സെറ്റ് ഓഫ് എലമെൻറ്റ്സിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വൺ ആഫ്റ്റർ അനദറായിട്ട് ഇങ്ങനെ പിന്നെ ആഡ് ചെയ്യുന്നത് പോസിബിലിറ്റി ഇല്ല. നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇത്ര എലമെൻറ്റ്സ് ആണ് എന്ന് ഫിക്സ് ചെയ്യും. അത്രയും എലമെൻറ്റ്സ് മാത്രമേ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ഓപ്പറേഷൻസ് ഇതിലൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടെ എലമെൻറ്റ്സ് ഫിക്സ്ഡ് ആണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പലപ്പോഴും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെയാണത്. ഇങ്ങനെയാണ് അരേ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഡാറ്റ ഉണ്ടായിരിക്കും, അതിനൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇൻഡെക്സ് വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത ഡാറ്റയ്ക്ക് നമ്മൾ 0 എന്നാണ് ഇൻഡെക്സ് കൊടുത്തത്. പിന്നെ വരുന്നതിന് 1 കൊടുക്കും, പിന്നെ 2 കൊടുക്കും, പിന്നെ 3 കൊടുക്കും, 4 കൊടുക്കും, എക്സെട്ര. അങ്ങനെയാണത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇനി സി ഷാർപ്പ് അരേക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് കോഡ് ഒപ്റ്റിമൈസേഷനാണ്. അതായത് കോഡ് ലെസ്സായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് കോംപ്ലിക്കേഷൻസ് പലപ്പോഴും ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഒരു പെർട്ടിക്കുലർ ഡാറ്റയിലേക്ക് നമുക്ക് റാൻഡം ആക്സസ് പോസിബിളാണ് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഡാറ്റ ട്രാവേഴ്സ് ചെയ്യാൻ ഒരുപാട് ഈസിയാണ്, ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസിയാണ്, ഡാറ്റ സോർട്ട് ചെയ്യാൻ, അത്തരം മാനിപ്പുലേറ്റിംഗ് ഓപ്പറേഷൻസും എക്സിക്യൂഷൻസൊക്കെ ഡാറ്റയ്ക്കകത്ത് ചെയ്യുന്നത് അരേസ് യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഒന്നുകൂടി ഈസിയാണ്. ഒരുപാട് വെറൈറ്റി മെത്തേഡ്സും ഇതിന് അസോസിയേറ്റ് ചെയ്തിട്ട് അൽഗോരിതംസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി സി ഷാർപ്പ് അരേൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ആ ഫിക്സ്ഡ് സൈസ് തന്നെയാണ്. നമ്മൾ ഡിക്ലറേഷൻ ടൈമിൽ കൊടുക്കുന്ന സൈസ് മാത്രമേ നമുക്ക് ഓവറോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പലപ്പോഴും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അരേ ടൈപ്സ് മെയിനായിട്ട് 3 ടൈപ്പിലാണുള്ളത്. സിംഗിൾ ഡയമെൻഷണൽ അരേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അരേ ഉണ്ട്, ജാഗ്ഡ് അരേ ഉണ്ട്. ഇവിടെ നമ്മൾ സിംഗിൾ ഡയമെൻഷണൽ അരേൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളത് ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളൊരു സിംഗിൾ ഡയമെൻഷണൽ അരേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ടൈപ്പ് എന്താണോ എന്ന് നമ്മൾ പറഞ്ഞു, എല്ലാ ഡാറ്റയും എല്ലാ എലമെൻറ്റ്സും സിമിലർ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ ഇൻറ്റീജറോ ക്യാറോ എന്തായാലും ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ആ ടൈപ്പിന് ശേഷമാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഇവിടെ നമുക്ക് ഈ ബ്ലൂ കളറിൽ എഴുതി വെച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻറ്റ്, അതായത് ഇൻറ്റീജർ ടൈപ്പാണ്. എന്നിട്ടാണ് ആ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെയാണ് നമ്മൾ ഐഡൻറ്റിഫയർ കൊടുത്തത് ARR, ആ വേരിയബിൾ നെയിം കൊടുത്തു. പിന്നെ നമ്മൾ ന്യൂ ഇൻറ്റോ 5, അതായത് നമ്മൾ ഇൻറ്റീജർ ടൈപ്പിലുള്ള 5 എലമെൻറ്റ്സ് ആണ് പുതുതായി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അരേ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരിക്കലും ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഐഡൻറ്റിഫയറിന് ശേഷം കൊടുക്കാൻ പറ്റില്ല, ARന് ശേഷം കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ടൈപ്പിന് ശേഷമാണ് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പാണ് കറക്റ്റ്. സെക്കൻഡ് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൽ ടൈം എറർ വരും. അതുകൊണ്ട് തന്നെ അത് എക്സിക്യൂട്ട് ആവില്ല, സക്സസ് ആവില്ല. ഓക്കെ, പിന്നെ നമ്മൾ ന്യൂ ഇൻറ്റോ 5 എന്ന് പറഞ്ഞ് 5 എലമെൻറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ കോഡിലേക്ക് വരുമ്പോൾ യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, അരേ എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ്, മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ മെയിൻ മെത്തേഡിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അരേ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻറ്റ് ARR ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് 5 എന്ന് പറഞ്ഞ് നമ്മളൊരു അരേ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ ARR(0) അതിലേക്ക് നമ്മൾ 10 ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ ARR(2)ലേക്കാണ് വാല്യൂ കൊടുത്തത് 20. പിന്നെ ARR(4)ലേക്കാണ് വാല്യൂ കൊടുത്തത് 30. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചിലത് മിസ്സിങ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. നമുക്ക് ഔട്ട്പുട്ടിൽ വ്യക്തമായിട്ട് കാണാനും കഴിയും കേട്ടോ. അപ്പോൾ നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്കതൊന്ന് ട്രാവേഴ്സ് ചെയ്ത് നോക്കാം. അതായത് ആ ഡാറ്റ അല്ലെങ്കിൽ ആ അറേ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ള ഡാറ്റ എന്നുള്ളത്. ഫോർ int i = 0, i less than ARR.length i++, കൺസോൾ റൈറ്റ് ലൈൻ array of i. അതായത് നമ്മൾ ഓരോ ഇൻഡെക്സിലൂടെയും കടന്നു പോയിട്ട് അതിനകത്തുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതിനാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് അറേ ട്രാവേഴ്സ് ചെയ്യുന്നത്. ആദ്യം തന്നെ 0th ലൊക്കേഷൻ നോക്കും, പിന്നെ ഫസ്റ്റ് നോക്കും, പിന്നെ സെക്കൻഡ് നോക്കും, പിന്നെ തേർഡ് നോക്കും, പിന്നെ ഫോർത്ത് നോക്കും. ഇവിടെ എത്രയാണ് ലൊക്കേഷൻസ് ഉള്ളത്. അതാണ് ARR(length) എന്ന് വെച്ച് സ്പെസിഫൈ ചെയ്തത്. കണ്ടോ, i less than ARR(length) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആ ഒരു 4 വരെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നത്? ഇവിടെ 10 വന്നു ആദ്യം, പിന്നെ വന്നത് 0 ആണ്, പിന്നെ 20 വന്നു, പിന്നെ 0 വന്നു, പിന്നെ 30 വന്നു. അങ്ങനെയാണ് ഇതിനകത്ത് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. കാരണം എന്താണ്? നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻക്കും തേർഡ് ലൊക്കേഷൻക്കും ഒന്നും വാല്യൂ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ 0 ആയിട്ട് ഔട്ട്പുട്ട് വന്നത് കേട്ടോ. 10ഉം 20ഉം 30ഒക്കെ ആ പറഞ്ഞ ലൊക്കേഷൻസിലൊക്കെ വന്നിട്ട് ഫസ്റ്റിലും തേർഡിലൊക്കെ 0 ആയിട്ടാണ് സെറ്റായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അറേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ, അതായത് ഡിക്ലറേഷൻ ടൈമിൽ തന്നെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു. 3 രീതിയിൽ നമുക്കങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഒന്ന് ഇൻഡ് ഓഫ് ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ട് ARR എന്ന് പറഞ്ഞ വേരിയബിളൊക്കെ കൊടുത്തിട്ട് ഇൻഡ് ഓഫ് 5 എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. കേളി ബ്രാക്കറ്റിനകത്ത് 10, 20, 30, 40, 50 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്ത് സെമികോളൻ ഇടാം. അതല്ല എങ്കിൽ നമുക്ക് അറേൻ്റെ സൈസ് ഒമിറ്റ് ചെയ്യാം. കാരണം നമ്മളിവിടെ കറക്റ്റ് 5 വാല്യൂസാണ് കൊടുക്കുന്നത് നമുക്കറിയാം, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൊടുക്കുക ആയതുകൊണ്ട് സൈസ് ഒമിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ന്യൂ ഓപ്പറേറ്റർ ഒമിറ്റ് ചെയ്തിട്ടും നമുക്ക് ന്യൂ ഓപ്പറേറ്റർ ഒഴിവാക്കിയിട്ടും വേണമെങ്കിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. കാരണം എന്താണ്? നമ്മൾ ഒരുമിച്ചാണ് ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ന്യൂ ഓപ്പറേറ്റർ ഒഴിവാക്കിക്കൊണ്ടും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ 3 രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മൾ സൈസും അതേപോലെ ന്യൂ ഓപ്പറേറ്ററൊക്കെ കൊടുത്തിട്ടുള്ള വേല ചെയ്യാം. പിന്നെ സൈസ് ഒഴിവാക്കിയിട്ട് ചെയ്യാം. ന്യൂ ഓപ്പറേറ്റർ ഒഴിവാക്കിയിട്ടും ഡയറക്റ്റായിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്ന പ്രോസസ്സും പോസിബിളാണ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് അറേ ഇനീഷ്യലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് അറേ എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ മെയിൻ മെത്തേഡിലെത്തി. പിന്നെ ഇൻഡ് ARR 10, 20, 30, 40, 50 ആണ് ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും നമ്മളിവിടെ ഒരുമിച്ച് ചെയ്തു. ഇനി നമ്മൾ ആ അറേ ഒന്ന് ട്രാവേഴ്സ് ചെയ്യാൻ പോവാണ്. ഫോർ ലൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ int i = 0, i less than ARR(length i++, കൺസോൾ റൈറ്റ് ലൈൻ array of i. അങ്ങനെ അറേ ട്രാവേഴ്സ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് എന്താ വരിക? 10, 20, 30, 40, 50 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ.